ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ക്ലാസ്സുകൾ ആദ്യഘട്ട പരീക്ഷ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതുമാത്രമല്ല, ഇന്ന് ജനുവരി 1 2025 നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണിത്. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ എല്ലാം നിറവേറട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രസ്താവന ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന: അഞ്ചുതെങ്ങ് വ്യവസായശാല നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി ലഭിച്ച വർഷം 1684. ബി: അഞ്ചുതെങ്ങിൽ കോട്ട കെട്ടാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1690. അടുത്തത് സി: ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695. ഡി: അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. അപ്പോൾ തന്നിട്ടുള്ള ചോദ്യമനുസരിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എ, ബി, സി, ഡി എന്നിങ്ങനെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഡി എന്ന പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറുപ്പിക്കേണ്ടത്. അടുത്തത് രണ്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ: ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മ. ബി: ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. സി: വേണാട് ഉടമ്പടി 1723 ഒപ്പിട്ടത്. ഡി: ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടിയാണ് പനമരം ഉടമ്പടി. ഇതിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറുപ്പിക്കേണ്ടത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ട ഉടമ്പടി ഏതാണ്? പനമരം ഉടമ്പടി എന്നതാണ് തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന. ഓക്കെ ആണല്ലോ. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ: പഴശ്ശിരാജയുടെ രാജവംശം കുമ്പള രാജവംശം. ബി: പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ്? പഴശ്ശിരാജയാണ്. സി: 1802 ജനുവരിയിൽ മലബാർ ജില്ലയെ നിരായുധീകരിച്ച കളക്ടർ മേജർ മക്ലോയിഡ്. ഡി: രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാർബർ. ഇതിൽ നമുക്ക് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. കാരണം എന്താണ്? ഓപ്ഷൻ എ തെറ്റാൻ കാരണം എന്താണ്? പഴശ്ശിരാജയുടെ രാജവംശം കുമ്പള രാജവംശം എന്നാണ് തന്നിട്ടുള്ളത്. തെറ്റാണ്. കോട്ടയം രാജവംശമാണ് പഴശ്ശിരാജയുടെ രാജവംശം. അറിയാമല്ലോ, കോട്ടയം രാജവംശം. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്. നോക്കാം. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതാര്? മുണ്ടക്കയം ഗോപി, KKN കുറുപ്പ്, KM പണിക്കർ, CV രാമൻപിള്ള. കേരളസിംഹം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? KM പണിക്കറാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കേരളസിംഹം ആരെ പരാമർശിച്ചിട്ടുള്ള പുസ്തകമാണ്? പഴശ്ശിരാജയെ പരാമർശിച്ചുകൊണ്ട് KM പണിക്കർ എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്: പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട അഞ്ചരക്കണ്ടി കറുവാത്തോട്ടം കേരളത്തിലെ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട അഞ്ചരക്കണ്ടി കറുവാത്തോട്ടം കേരളത്തിലെ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, കണ്ണൂർ ജില്ല. ഓപ്ഷൻ സി, കണ്ണൂർ.
അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പഴശ്ശി ഗുഹ മലപ്പുറം, ഓപ്ഷൻ ബി പഴശ്ശി ഡാം കണ്ണൂർ, ഓപ്ഷൻ സി പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, ഓപ്ഷൻ ഡി പഴശ്ശി സ്മാരകം കാസർഗോഡ്. തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. പഴശ്ശി സ്മാരകം എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി. ഇതാണ് നമുക്ക് കറുപ്പിക്കേണ്ടത്. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? നായർ പട്ടാള ലഹള 1804, കുണ്ടറ വിളംബരം 1809, കുറിച്യ കലാപം 1812, ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1921. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1921. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറുപ്പിക്കേണ്ടത്. തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി പണിയർ. ഓപ്ഷൻ സി പണിയർ ആണ് ശരിയായ ഉത്തരം. അടുത്തത് 9ാമത്തെ ചോദ്യം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി തുലാം 10 സമരം. ഓപ്ഷൻ ഡി തുലാം 10 സമരം. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. മഞ്ചേരി കലാപം 1849 ശരിയാണ്. 1851 മട്ടന്നൂർ കലാപം നടന്നത്. 1879 കുളത്തൂർ കലാപം നടന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ തെറ്റായ ഉത്തരം. മങ്കട കലാപം 1921 നടന്നത്. മങ്കട കലാപം നടന്നത് 1841. 1841 മങ്കട കലാപം നടന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ ജോഡി ഡി ഓപ്ഷനാണ്. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് 1855 വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആര്? മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് 1855 വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആര്? ഉത്തരം ഓപ്ഷൻ ബി കൊനോലി. അടുത്തത് 12ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. സി ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഡി വാഗൺ ട്രാജഡിയെ പോത്തന്നൂരിലെ കറുത്ത അധ്യായമെന്ന് വിശേഷിപ്പിച്ചത് കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. ഈ തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. അടുത്തത് 13ാമത്തെ ചോദ്യം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും നേതാവിനെയും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളും നേതാവിനെയും തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ പ്രസ്താവന ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ശരിയായ ജോഡിയാണ്. ബി പാലക്കാട് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ ശരിയാണ്. സി പയ്യന്നൂർ കേളപ്പനാണ്, അതും ശരിയാണ്. ഡി തിരുവനന്തപുരം എ.വി. കുട്ടിമാളു അമ്മ, ഇത് തെറ്റായ ജോഡിയാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. അഭിനവ് ഭാരത് യുവക് സംഘം എന്ന കർഷക സംഘടന സ്ഥാപിച്ച വ്യക്തി. അഭിനവ് ഭാരത് യുവക് സംഘം എന്ന കർഷക സംഘടന സ്ഥാപിച്ച വ്യക്തി. ഉത്തരം ഓപ്ഷൻ ബി എ.വി. കുഞ്ഞമ്പു. എ.വി. കുഞ്ഞമ്പു. അടുത്തത് 15ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി. മൊറാഴ 1940 കണ്ണൂര് ശരിയാണ്. കയ്യൂർ 1941 കണ്ണൂര് തെറ്റായ പ്രസ്താവന. കീഴരിയൂർ 1942 കോഴിക്കോട് ശരിയായ ജോഡിയാണ്.
തുലാം 10 1946 ആലപ്പുഴ ശരിയായ ജോഡി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് തെറ്റായ ജോഡി തന്നിട്ടുള്ളത്. കയ്യൂർ 1941 കണ്ണൂർ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള തെറ്റായ ജോഡി. കയ്യൂർ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലല്ല, കാസർഗോഡ് ജില്ലയിലാണ്. അതാണ് ഇവിടെ തെറ്റാൻ കാരണം. വർഷം കറക്റ്റാണ്, 1941 തന്നെയാണ് കയ്യൂർ സമരം നടന്നത്. എന്നാൽ കണ്ണൂർ ജില്ലയിലല്ല, കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കാം. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അപ്പു, കുഞ്ഞമ്പു നായർ, ചീരുക്കണ്ടൻ, അബൂബക്കർ എന്നിവരെ തൂക്കിലേറ്റുകയുണ്ടായി. എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കപ്പെട്ട വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ സി കൃഷ്ണൻ നായർ. ഉത്തരം ഓപ്ഷൻ എ സി കൃഷ്ണൻ നായർ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് അപ്പു, കുഞ്ഞമ്പു നായർ, ചീരുക്കണ്ടൻ, അബൂബക്കർ എന്നിവരെ തൂക്കിലേറ്റുകയുണ്ടായി. എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കപ്പെട്ട വ്യക്തി ആരാണ്? സി കൃഷ്ണൻ നായർ. അടുത്തത് 17ാമത്തെ ചോദ്യം. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സി കേശവൻ. ഓപ്ഷൻ എ സി കേശവനാണ് ശരിയായ ഉത്തരം. സി കേശവൻ. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സമത്വത്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സി കേശവൻ. അടുത്തത് 18ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ സ്വതന്ത്ര ഭാരതം എന്ന മാസിക സ്ഥാപിച്ചത് KP മേനോനാണ്. ബി ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം എഴുതിയത് VA കേശവൻ നായരാണ്. സി കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തമിഴ് നാടകം വന്ദേമാതരമാണ്. ഡി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റം. ഇത് ഇത്രയുമാണ് 4 പ്രസ്താവനകൾ തന്നിട്ടുള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പഠിക്കുന്ന തമിഴ് നാടകം വന്ദേമാതരം, ഇതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉദയംപേരൂർ സുന്നഹസോസ് 1599, കൂനൻകുരിശ് സത്യം 1653, വേലൂർ മാറുമറയ്ക്കൽ സമരം 1952, മലയാളി മെമ്മോറിയൽ 1881. അപ്പോൾ നമ്മുടെ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം എത്രയാണ്? 1891. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യം പോലും ഇല്ല, കാരണം നമ്മളിത് നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മലയാളി മെമ്മോറിയലിൻ്റെ വർഷം 1891. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന പ്രതിഷേധ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1882 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ പെടാത്തത് ആര്? തിരുവനന്തപുരംകാർക്ക് എന്ന പ്രതിഷേധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ 1882 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇ രാമയ്യർ. ഉത്തരം ഓപ്ഷൻ ബി ഇ രാമയ്യർ. അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. നായർ ഈഴവലഹള 1905 ശരിയായ ജോഡിയാണ്. കമ്മൻകുളം സമരം 1915 ശരിയായ ജോഡിയാണ്. പൗരസമത്വ പ്രക്ഷോഭം 1919-22 കാലഘട്ടങ്ങളാണ് ശരിയാണ്. ഡി വൈക്കം സത്യാഗ്രഹം 1923. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 24 മാർച്ച് 30 കറക്റ്റ് ഡേറ്റ്. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡിയപ്പോൾ ഓപ്ഷൻ ഡി ആണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടു നിന്നത്? 603 ദിവസമാണ് നീണ്ടു നിന്നത്. 603 ദിവസം. നോട്ട് ചെയ്ത് വെക്കുക. ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924
മാർച്ച് 30-നാണ്. 603 ദിവസമാണ് നീണ്ടു നിന്നത്. അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവരിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാക്കളിൽ പെടാത്തതാരാണ്? താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാക്കളിൽ പെടാത്തതാരാണ്? ഉത്തരം ഓപ്ഷൻ ബി നായിഡു. ഓപ്ഷൻ ബി നായിഡു. അടുത്തത് 23ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഏത്? കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന, നോട്ട് ചെയ്യുക, ആ വാക്ക് ഓർത്ത് വെക്കുക. കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്രം സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഗുരുവായൂർ. ഉത്തരം ഓപ്ഷൻ എ ഗുരുവായൂർ. അടുത്തത് 24ാമത്തെ ചോദ്യം. അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാര്? അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാര്? ഉത്തരം ഓപ്ഷൻ എ കെ ഗോപാലൻ. അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാരാണ്? എ കെ ഗോപാലൻ. അടുത്തത് 25ാമത്തെ ചോദ്യവും ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യവുമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? യാചനയാത്ര 1931 ശരിയായ ജോഡി. വൈദ്യുത പ്രക്ഷോഭം 1936 ശരിയായ ജോഡി. നിവർത്തന പ്രക്ഷോഭം 1936 ഇത് തെറ്റായ ജോഡിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭം 1936 എന്നതാണ് നമ്മുടെ തെറ്റായ ജോഡി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. അതുകൊണ്ട് തന്നെ വർഷം ഓർത്തിരിക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇയറുകൾ. അതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അശ്രദ്ധ മൂലം കളയാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ ആ ചോദ്യപേപ്പർ കൂടി ഉൾപ്പെടുത്തി പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 25 ചോദ്യങ്ങളാണ് പഠിച്ചത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, എങ്കിലും ആൻസറിന് കാരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തതായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം ഇതൊരു റിവിഷൻ ടെസ്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്